വി.എസ്. സനോജ്, വളരെ പ്രധാനപ്പെട്ട മണിക്കൂറുകളാണ് എന്ന് നമ്മൾ ആവർത്തിച്ച് പറയുന്നത് തന്നെ ഈ വിധത്തിൽ ഏത് സമയത്തും ഒരു ആക്രമണം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാം എന്നുള്ളത് തന്നെയാണോ? പൊതുവിൽ ഈ തരത്തിലുള്ള ആക്രമണങ്ങൾ, അറ്റാക്കുകൾ, കൗണ്ടർ അറ്റാക്കുകൾ ഉണ്ടാകുമ്പോൾ അത് രാത്രിയാണോ പൊതുവിൽ അതിന് തിരഞ്ഞെടുക്കാറുള്ളത്? അതിൻ്റെ ഒരു രീതി എങ്ങനെയാണ്? ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങൾ എത്രത്തോളം ശക്തമാണ്? പ്രത്യേകിച്ച് S-400 മിസൈൽ പ്രതിരോധ സംവിധാനം ഉൾപ്പെടെ എത്രത്തോളം ശക്തമാണ് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഇതിൻ്റെ ഒരു യുദ്ധമല്ലെങ്കിൽ പോലും ഈ വിധത്തിലുള്ള ആക്രമണ പ്രത്യാക്രമണങ്ങൾ, ഒരു ഡോഗ് ഫൈറ്റ് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു നടപടി എങ്ങനെയാണ്? അത് പ്രത്യേകിച്ച് രാത്രികാലങ്ങളിലാണ് ഉണ്ടാകുന്നത്. ബിനിൽ, ഞാൻ അതിലേക്ക് വരാം. അതിനു മുൻപ് ഒരു അപ്ഡേറ്റ് ഉള്ളത്, അതായത് പഞ്ചാബിൽ പ്രത്യേക യോഗം, മന്ത്രിതല യോഗം, പഞ്ചാബിൽ മന്ത്രിതല യോഗം. മറ്റൊന്ന്, പഞ്ചാബിൻ്റെ അതിർത്തി മേഖലകളിലേക്ക് പഞ്ചാബിൻ്റെ മന്ത്രിമാർ സന്ദർശനം നടത്തും തുടങ്ങിയ പുതിയ അപ്ഡേറ്റുകൾ വരുന്നു. ഒപ്പം തന്നെ ജമ്മുവിൽ നിന്നും ഉദ്ധംപൂരിൽ നിന്നും ഡൽഹിയിലേക്ക് പ്രത്യേക ട്രെയിൻ സർവീസുകൾ ആരംഭിച്ചിരിക്കുന്നു. മറ്റൊന്ന്, ഉത്തരാഖണ്ഡിൽ ആശുപത്രികളിൽ പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങൾക്കായിട്ടുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു. ആശുപത്രികളിൽ വേണ്ടത്ര സൗകര്യങ്ങൾ ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകിയിരിക്കുന്നു തുടങ്ങിയ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. കാരണം എല്ലാ തരത്തിലും രാജ്യം വളരെ പ്രധാനപ്പെട്ട ഒരു സമയത്ത് അല്ലെങ്കിൽ മണിക്കൂറുകളിലേക്ക് കടക്കുന്ന സമയത്ത് എല്ലാ മേഖലയിലും അല്ലെങ്കിൽ വിവിധ വകുപ്പുകളുടെ ഏകോപനം, ഒപ്പം തന്നെ അത് സംബന്ധിച്ച സുരക്ഷാ ക്രമീകരണങ്ങൾ ആശുപത്രികൾ ഉൾപ്പെടെ സജ്ജമാക്കുന്ന തരത്തിലേക്കാണ് പോകുന്നത്. കാരണം പാക് ഷെല്ലിംഗ് പൂഞ്ചിലും രജൗരിയിലുമെല്ലാം പാക് ഷെല്ലിംഗ് ഉണ്ടായിരുന്നു. അതിൽ കൂടുതൽ ആളുകൾക്ക് അല്ലെങ്കിൽ കൂടുതൽ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇതെല്ലാം തന്നെ ആരോഗ്യ മന്ത്രാലയം ഉൾപ്പെടെ ഈ കാര്യത്തിൽ ഏതായാലും പുതിയ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, വിമാനത്താവളങ്ങളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടാണ്. വിമാനത്താവള സുരക്ഷയുമായി ബന്ധപ്പെട്ട് പുതിയ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. കാരണം നിലവിൽ നമുക്കറിയാവുന്നതുപോലെ 24 വിമാനത്താവളങ്ങളുടെ സുരക്ഷയുടെ ഭാഗമായിട്ട് ചെറിയ വിമാനത്താവളങ്ങൾ, എയർ സ്ട്രിപ്പുകളുമാണ് പലതും അതിർത്തി മേഖലയിലുള്ളത്. അതടക്കമാണ് ഓപ്പറേഷൻ തൽക്കാലത്തേക്ക് ക്യാൻസൽ ചെയ്തത്. അതുകൊണ്ട് എങ്കിലും പ്രധാനപ്പെട്ട രാജ്യത്തെ വിമാനത്താവളങ്ങളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച അലർട്ട് പോയിരിക്കുന്നു. ഒപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ അഹമ്മദാബാദിൽ, അതായത് ഗുജറാത്തിലെ വിവിധ മേഖലകളിൽ പ്രത്യേക സുരക്ഷയ്ക്കുള്ള പ്രത്യേക നിർദ്ദേശം പോയിട്ടുണ്ട്. ഒപ്പം തന്നെ ജമ്മുവിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് തിരിച്ചു വരേണ്ട ആളുകളുടെ സുരക്ഷയെ സംബന്ധിച്ച് വിവിധ സംസ്ഥാനങ്ങൾ അത് സംബന്ധിച്ച വാർത്താക്കുറിപ്പുകൾ ഇറക്കുന്നു. കാരണം പലരും സഹായം അഭ്യർത്ഥിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ബ്ലാക്ക് ഔട്ടൊക്കെ ആളുകളെ പാനിക്കാക്കുന്ന സാഹചര്യം കൂടുതലുള്ളതുകൊണ്ടാണ് ഇത്തരത്തിൽ നിരവധി കാര്യങ്ങൾ ഒരേ സമയം ഹരിയാന, രാജസ്ഥാൻ, പഞ്ചാബ്, കശ്മീർ, ഗുജറാത്ത്, ഒപ്പം തന്നെ ലഡാക്ക് പോലുള്ള മേഖല, അതുപോലെ ഹിമാചലിൻ്റെ തന്നെ ധരംശാല അടക്കമുള്ള പ്രദേശങ്ങൾ, ഇതെല്ലാം തന്നെ സുരക്ഷാ നിർദ്ദേശങ്ങളിലേക്കും സുരക്ഷാ മുന്നൊരുക്കങ്ങളിലേക്കും മുന്നോട്ട് പോകുന്നുണ്ട്. ഈ ഡൽഹിയിലെ ഈ കര, വ്യോമ, നാവികസേന മേധാവിമാരും ഒപ്പം തന്നെ സംയുക്ത സേനാ മേധാവി അനിൽ ചൗഹാനും അടക്കമുള്ളവരുടെ പ്രതിരോധ മന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വ്യക്തത, അതുമായി ബന്ധപ്പെട്ട അടുത്ത എന്തൊക്കെ നടപടിക്രമങ്ങൾ എന്നത് സംബന്ധിച്ച് ഉള്ള ബ്രീഫിങ്ങുകൾ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊന്ന്, അത് PIB എന്തായാലും ഇത് സംബന്ധിച്ച് വിദേശകാര്യ സെക്രട്ടറി വിശദീകരിക്കും. ഏതായാലും പഞ്ചാബിൽ കൂടുതൽ അലർട്ടുകൾ വരുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ചണ്ഡീഗഡിൽ സൈന്യത്തിൻ്റെ സൈറൺ മുഴങ്ങിയത്. അതൊരു അലർട്ടാണ്. അവരോട് പഞ്ചാബിലെ പല മേഖലയിലും, ചണ്ഡീഗഡ് അടക്കമുള്ള മേഖലകളിലെല്ലാം തന്നെ സുരക്ഷാ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. പുറത്തേക്ക് പോകരുത് എന്ന് സാധാരണ സിവിലിയൻസിനോട് ആവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഏതായാലും ജയ്സാൽമീറിൽ BSF പാകിസ്ഥാൻ്റെ ആക്രമണത്തെ ചെറുത്തു എന്നുള്ള കാര്യം ഉണ്ടായി. ഒപ്പം തന്നെ BSF മേധാവി അമിത്ഷായുമായി ഈ കാര്യത്തിൽ ആശയവിനിമയം നടത്തുന്ന സാഹചര്യം ഉണ്ടായി. ഇതെല്ലാം തന്നെ വളരെ കൃത്യമായ ഒരു സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി തന്നെ നടക്കുന്നതാണ്. കേരളം കൺട്രോൾ റൂം തുറന്നിരിക്കുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ വന്നു കഴിഞ്ഞു. മുഖ്യമന്ത്രി അടക്കം കേരള സർക്കാർ ഈ കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട്. കാരണം ധാരാളം മലയാളികൾ കശ്മീർ അടക്കമുള്ള മേഖലകളിൽ മറ്റ് പല സംസ്ഥാനങ്ങളിലും ജോലി ചെയ്യുന്നവരും ഒക്കെ ആയിട്ട് അവിടെ പല പ്രദേശങ്ങളിലുമായുണ്ട്. ഈ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ അപ്ഡേറ്റ് ചെയ്തതാണ്.
മറ്റൊന്ന് പ്രതിരോധ സംവിധാനം സംബന്ധിച്ച് ഇപ്പോൾ ബിനിൽ പറഞ്ഞതുപോലെ പ്രതിരോധ സംവിധാനം സംബന്ധിച്ച് വലിയ സുരക്ഷ സംബന്ധിച്ചോ രാജ്യത്തിൻ്റെ പ്രതിരോധ ശേഷി അല്ലെങ്കിൽ സൈനിക ശേഷിയുടെ കാര്യത്തിൽ വളരെ വലിയ സജ്ജമായ തരത്തിൽ അല്ലെങ്കിൽ ഏറ്റവും വലിയ ശാക്തികമായ ഒരു ബലം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതിൻ്റെ കഴിഞ്ഞ ദിവസം ഡിഫൻസ് കോൺക്ലേവ് നടന്നപ്പോൾ ഡൽഹിയിൽ രാജ്നാഥ് സിംഗ് ആദ്യം പഹൽഗാം ആക്രമണത്തെക്കുറിച്ചും പിന്നീട് ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചും പറയുകയും തുടർന്ന് ഇന്ത്യയുടെ ഡിഫൻസ് ഫോഴ്സ് എത്ര കണ്ട് മുന്നോട്ട് പോയിരിക്കുന്നു എന്നുള്ള കാര്യം രാജ്നാഥ് സിംഗ് വിശദീകരിച്ചിരുന്നു. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇന്ത്യ ഏറ്റവും ഹൈ എൻഡായ സാങ്കേതികവിദ്യയിലൂടെ കടന്നു പോകുന്ന ആ രീതിയിൽ ആയുധശേഖരമുള്ള ഒരു രാജ്യം എന്ന നിലയിൽ അതിനെ ഉപയോഗിക്കുന്നതിൽ ഏത് തരത്തിലേക്കും ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ സജ്ജമാണ്. പക്ഷേ ഈ പ്രകോപനങ്ങളും ഇതിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രവർത്തനത്തിന് അതിൻ്റെ ഒരു റിയാക്ഷൻ, ഒരു കൗണ്ടറിന് ഒരു ആക്ഷൻ, ഒരു കൗണ്ടർ ഉണ്ടാവുന്നു എന്ന് പറയുന്നത് പോലെ, ഒരു പ്രവർത്തനത്തിന് ഒരു പ്രതിപ്രവർത്തനം എന്ന് പറയുന്നത് പോലെ സമവായത്തിൻ്റെ രീതിയിലേക്ക് ഒരു എതിർ പാകിസ്ഥാൻ പോകുന്ന ഘട്ടത്തിൽ ഇന്ത്യയും അതേ രീതി സ്വീകരിക്കും. പക്ഷേ കൂടുതൽ പ്രകോപനങ്ങളിലേക്ക് പോയാൽ ഇന്ത്യയുടെ രീതിക്ക് സൈനികമായ ബലത്തോടെ തന്നെ തിരിച്ചടിക്കാനുള്ള ശേഷിയുണ്ട് എന്ന് പറയുകയും ചെയ്തു. അതിൽ ഇന്ത്യയുടെ ആയുധശേഖരം സംബന്ധിച്ചൊക്കെ വലിയ, നമുക്കറിയാവുന്നതുപോലെ വലിയ രീതിയിൽ സജ്ജമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ പറഞ്ഞ പോലെ S-400 പോലുള്ള മിസൈൽ ആക്രമണത്തെ ചെറുക്കാനുള്ള, അതായത് എയർ ഡിഫൻസ്, ഒരു മിസൈൽ ഡിഫൻസിനെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ റഡാറുകൾ ഉപയോഗിച്ച് മിസൈലുകളെ വീഴ്ത്തുകയും ചെയ്യുന്ന രീതിയിലേക്ക് ഏറ്റവും സുരക്ഷിതമായിട്ടും ഒപ്പം തന്നെ ഏറ്റവും ശക്തമായിട്ടുമുള്ള ഒരു സാങ്കേതികവിദ്യയിൽ ഉപയോഗിക്കുന്ന സുരക്ഷാ കവചമാണത്. അത് ചക്രവ്യൂഹ് പോലുള്ള അല്ലെങ്കിൽ സുദർശൻ ചക്ര പോലുള്ള പേരുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് തന്നെ ഈ മിസൈൽ ആക്രമണത്തെ ചെറുക്കാനുള്ള ഒരു പ്രതിരോധം സൃഷ്ടിക്കുക എന്നുള്ളത്. മറ്റൊന്ന് എയർ സ്പേസിലുള്ള ഈ ഡിഫൻസിൻ്റെ രീതിയെ ഡിഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് പ്രത്യേകിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, ലാഹോറിലെ വിമാനത്താവളത്തിൽ എൻ്റെ പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ, അതിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇത്തരം കാര്യങ്ങളിൽ വ്യോമ സിഗ്നലുകളെ ഡിഫ്യൂസ് ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് ഈ ആക്രമണത്തെ ചെറുക്കാൻ കഴിയുക, ഈ സിഗ്നലുകളെ അതിനു മുൻപ് തിരിച്ചറിയാൻ കഴിയുന്ന രീതിയിലേക്കുള്ള ഒരു ടെലികമ്മ്യൂണിക്കേഷൻ അലർട്ട് സിസ്റ്റം ഉണ്ട്. ആ രീതിയിൽ സൈനികമായി വലിയ രീതിയിൽ സജ്ജമാണ്. നേരത്തെ പണ്ട് റഷ്യയുടെ ഒരു സഹായത്തോടെ കൂടെ വാങ്ങിയ ആയുധശേഖരം അടക്കം, ഇപ്പം നമ്മൾ ഈ പറയുന്ന സുദർശൻ ചക്രമൊക്കെ റഷ്യയിൽ നിന്ന് വാങ്ങിയതാണ്. ആ രീതിയിൽ ഡെവലപ്പ് ചെയ്ത ഏറ്റവും പുതിയ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന ആയുധശേഖരം തന്നെയുണ്ട്. ഏതായാലും പക്ഷേ ആ തരത്തിലേക്ക്, അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോകാതിരിക്കുന്ന ഇതിനു വേണ്ടിയുള്ള ചില മുന്നൊരുക്കങ്ങൾ നടക്കുന്നു. ലോകരാജ്യങ്ങൾ ഇന്ത്യയോട് പറയുന്നുണ്ട് സംയമനം പാലിക്കണം, ഇരു രാജ്യങ്ങളും ഒരു സംയമനത്തോടെ കാര്യങ്ങളെ കാണണം. ഏതായാലും ലോകം ഇന്ത്യയെയും പാകിസ്ഥാനെയും നോക്കിക്കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനൊപ്പം ഡൽഹിയിലെ കൂടിക്കാഴ്ചകളുടെ പുതിയ വിവരങ്ങൾ നമുക്ക് വരുന്ന നിമിഷങ്ങളിൽ നൽകാനുമാകും. ബിനിൽ, ഉറപ്പായും സനോജ് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ലോകം കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഒരു യുദ്ധം ഒഴിവാക്കണം എന്നുള്ളതാണ് ലോകം ഒരേ സ്വരത്തിൽ തന്നെ ആവശ്യപ്പെടുന്നത്. പക്ഷേ പാകിസ്ഥാൻ ഒരു യുദ്ധം വേണം എന്ന നിലപാട് അവരുടെ സൈനിക നീക്കങ്ങളിലൂടെ വ്യക്തമാക്കുകയാണ്. പക്ഷേ യുദ്ധം വേണ്ട എന്നുള്ളൊരു ഉറച്ച നിലപാടിൽ ഇന്ത്യ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ ഇന്ത്യയുടെ പരമാധികാരത്തെ, അതിലെ പൗരന്മാരെ, അതിലെ സ്വത്തുക്കളെ ആക്രമിക്കാനുള്ള ഏത് നീക്കവും ചെറുക്കാനുള്ള സ്വാഭാവികമായ അവകാശം ഇന്ത്യക്കുണ്ട്. അതുമാത്രമാണ് ഇന്ത്യ ചെയ്യുന്നതെന്ന് ന്യൂഡൽഹി ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്.